രുദ്രാക്ഷമാലകളും തുളസിമാലകളും വിൽപ്പന നടത്തുന്ന ഇവരുടെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യമാണ് സോഷ്യൽ മീഡിയയുടെ കണ്ണിലുടക്കിയത്. ലളിതമായ വേഷവിധാനം, കഴുത്തിൽ മുത്തുമാലകൾ, മേക്കപ്പ് ഇല്ലാത്ത മുഖം, നീണ്ട മുടി, തിളങ്ങുന്ന കണ്ണുകൾ, ആരും വീണ്ടും നോക്കിപ്പോകുന്ന രൂപം. ശിവം ലംഘ്ര പങ്കിട്ട വീഡിയോ പെട്ടെന്ന് ശ്രദ്ധ നേടി. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ ഈ കുട്ടിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. ഒടുവിൽ നെറ്റിസൺസ് ഇവരെ കണ്ടെത്തുക തന്നെ ചെയ്തു. മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നെത്തിയ മൊണാലിസ ഭോസ്ലെയാണ് ഈ താരം. പിന്നെ ഇന്റർവ്യൂകളായി, റീലുകളായി, സെൽഫികളായി മൊണാലിസ അങ്ങ് സ്റ്റാറായി. ന്യൂസ് 18 മൊണാലിസ നടത്തിയ പ്രതികരണം ഇങ്ങനെ: मोनालिसा मैं महेश्वर में रहती हूँ। कहाँ रहती हैं? एमपी से आई हैं। किस शहर से? महेश्वर से आई हैं। कितने दिनों से यहाँ पर आई हैं और किस तरह से लोग अब 15 दिन हो गए मुझे आने के लिए। 15 दिन हो गए, लेकिन वायरल तो अभी आप हुई हैं। कैसे लोगों की नजर आप पर पड़ी? मैं मेरा मुँह छुपा के रखती थी। किसी भैया ने जैसे कि माला बेची मैंने, तो उनने चुपके से वीडियो बना लिया था। अच्छा, ये बताइए कि जब आप लोगों के पास अब जब वायरल हो गई हैं, लोग आपको देखते हैं, तो अब माला आपकी खूब ज्यादा बिक रही है, क्या हो रहा है? कुछ भी नहीं बिक रहा है वीडियो की वजह से। हाँ। सब बस फोटो खींचने के लिए आते, वीडियो बनाने के लिए आते, लेकिन माला रुद्राक्ष लेने के लिए नहीं आते। अच्छा, ये बताइए आप कितनी पढ़ी लिखी हैं आप? नहीं, मैं पढ़ी लिखी नहीं हूँ। बिल्कुल पढ़ी लिखी नहीं है। अच्छा, बताइए कि घर में कितने लोग हैं और कौन कौन लोग हैं? मम्मी पापा आए। वो भी आए मेले में? हाँ आए। अच्छा, आप लोग इसका काम करते हैं, माले का काम करते हैं? ഇതാണ് സോഷ്യൽ മീഡിയ വഴി കഴിഞ്ഞ ദിവസം വൈറലായ പെൺകുട്ടി. ഇപ്പോൾ നടക്കുന്ന കുംഭമേളയിൽ കച്ചവടത്തിനായി വന്നതാണ്. മാല കച്ചവടമാണ് ഇവർ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കഷ്ടമാണ്. നേരത്തെ ആണെങ്കിൽ മാലയൊക്കെ വിൽക്കുമായിരുന്നു. ഇപ്പൊ ഇവിടെ ചോദിക്കുമ്പോൾ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എത്ര ദിവസം വന്നെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് 15 ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോഴാണല്ലോ വൈറലായതെന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ വീഡിയോ എടുത്തിട്ടിരുന്നു, അങ്ങനെ വൈറലായതെന്ന് പറയുന്നു. അതുകൊണ്ട് കച്ചവടം വല്ലതും കൂടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സത്യം പറയുന്നത്. എനിക്ക് നേരത്തെ കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ വൈറലായതിൽ പിന്നെ എനിക്ക് കച്ചവടങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാവരും ഫോട്ടോ എടുക്കാനാണ് വരുന്നത് എന്നാണ് ഈ കുട്ടി പറയുന്നത്. അത് മൊണാലിസ എന്നാണ് കുട്ടിയുടെ പേര്. വിദ്യാഭ്യാസം ഉണ്ടെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം പഠിച്ചിട്ടൊന്നുമില്ല. അവർ പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർ വിദ്യാഭ്യാസം ഒന്നും നേടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതിൽ മറ്റൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ കുട്ടിയെ അവരുടെ മാതാപിതാക്കൾ നാട്ടിലേക്ക് തന്നെ പാക്ക് ചെയ്ത് തിരിച്ചു വിട്ടു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഈ കുംഭമേളയ്ക്ക് വരുന്ന ആൾക്കാരിൽ കൂടുതലും ഇപ്പോൾ ഈ മൊണാലിസ എന്ന് പറയുന്ന കുട്ടിയെ കാണാനും സെൽഫി എടുക്കാനും റീൽ ഉണ്ടാക്കാനും ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഇവിടെ വെക്കാം, നമുക്കത് കണ്ടാൽ മനസ്സിലാവും. അവർ ഓടിപ്പോകുന്നതും അവരെ ശല്യം ചെയ്യുന്നതും ഓരോരുത്തർ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിയെ ശല്യം ചെയ്യുന്നതൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എന്തായാലും ആള് വൈറലായി, പക്ഷേ കച്ചവടം അതുപോലെ തന്നെ താഴേക്ക് പോവുകയും ചെയ്തു. ഇന്നത്തെ വേറെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമയിലേക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആ സിനിമയിലേക്ക് അഭിനയിക്കാൻ സംവിധായകൻ വിളിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതിന്റെ ഓഡീഷൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. വൈറലായി എന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പോൾ കച്ചവടം നടക്കാത്ത അവസ്ഥയാണ്. അവരുടെ ഒരു ആൾക്കും അവിടെ കച്ചവടം നടക്കാത്ത അവസ്ഥയാണ്. എന്ന് വെച്ചാൽ വരുന്നവരെല്ലാം ഈ പറഞ്ഞതുപോലെ മാല വാങ്ങിക്കാനും ഒന്നുമല്ല വരുന്നത്. അവർക്ക് ഫോട്ടോ എടുക്കണം, മൊണാലിസയുടെ ഫോട്ടോ എടുക്കണം, അതുപോലെ റീൽ ചെയ്യണം, വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിലാണ്. അതെങ്ങനെ ശല്യമായി വന്നപ്പോൾ അവർ വീട്ടിലേക്ക് കയറ്റി വിട്ടു എന്നാണ് പറയുന്നത്. എന്നാലും നമുക്ക് അതൊന്നും ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം. ഇപ്പൊ കണ്ട സീൻ എന്ന് വെച്ചാല് അതിനെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ആൾക്കാരുടെ ഇടയിൽ നിന്ന് റീൽ എടുക്കാൻ ആൾക്കാർ വരുന്നു, ഒന്നും പറ്റുന്നില്ല, പേടിച്ചുപോയി, മൊണാലിസ പേടിച്ചുപോയി എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതിനുശേഷം അവിടെ കിടക്കുന്ന ഒരാൾ എഴുന്നേറ്റിട്ട് അവരുടെ കൂടെ വന്നവരായിരിക്കാം, ബന്ധുവായിരിക്കാം, അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ആരും ആയിക്കോട്ടെ, ഈ വീഡിയോ എടുക്കുന്ന ആളെ ഓടിക്കുന്നുണ്ട്. അവിടെ വരുന്നവരെല്ലാം തിക്കും തിരക്കും കൂട്ടുകയാണ്. അത് ഈ സാധനം വായിക്കാനൊന്നുമല്ല, വൈറലായി. രണ്ട് ദിവസം കൊണ്ട് മൊണാലിസ വൈറലായി. ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇടം പിടിച്ചു. അങ്ങനെ സിനിമയിൽ ചാൻസ് കിട്ടി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് മൊണാലിസയെ കാണാനാണ് ഇപ്പോൾ കൂടുതൽ പേരും കുംഭമേളയിലേക്ക് ഈ ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ വരുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റീൽസിനും ഫോട്ടോയ്ക്കും ഒക്കെ വേണ്ടിയാണ്.
ആ തിരക്കാണ് ഇപ്പൊ കണ്ടത്. അത് മുഖത്തിൽ തുണി ഇട്ടിട്ട് പോലും നടക്കുമ്പോഴും ആരും അറിയാതിരിക്കാൻ വേണ്ടി മുഖത്ത് തുണി ഇട്ടിട്ട് നടന്നിട്ട് പോലും കച്ചവടം നടക്കുന്നില്ല, എന്നെ തിരിച്ചറിയുന്നു എന്നാണ് ഒരു അഭിമുഖത്തില് ഒരാൾ ചോദിച്ചപ്പോൾ മോണാലിസ പറഞ്ഞത്. എന്തായാലും ഇപ്പോഴത്തെ നമ്മൾ കണ്ടല്ലോ, ഒരു സീൻ കണ്ടല്ലോ. ഇതിനകത്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ വട്ടം കൂടി നിൽക്കുകയാണ്. ചെറുപ്പക്കാരെല്ലാം ഈ ഇതെടുക്കാൻ വേണ്ടിയിട്ട്, റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും ഒന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ വട്ടം കൂടി നിൽക്കുകയാണ്. അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, നേരത്തെ കണ്ടതും. എന്തായാലും നാട്ടിലേക്ക് പാക്ക് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കുടുംബമായിട്ട് നടത്തുന്ന ഈ കച്ചവടം, ഈ മാല കച്ചവടം നടക്കുന്നില്ല എന്നും അവിടെ ഒരുപാട് ശല്യം ഉണ്ടാകുന്നു എന്നും ഉള്ളൊരു ശല്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ അച്ഛനും അമ്മയും തന്നെ വീട്ടിലേക്ക് കയറ്റി വിട്ടു എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇനി വീട് കണ്ടുപിടിച്ച് തപ്പിപ്പിടിച്ച് ഇനി അവിടെ പോകുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ആള് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും കുംഭമേളയ്ക്ക് ഈ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഇനി കുംഭമേളയ്ക്ക് അങ്ങോട്ട് ആരും പോകണ്ട. ആ കുട്ടി ഇപ്പോൾ അവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇതിലേക്ക് വരുന്ന റിപ്പോർട്ട്. അതുപോലെ സിനിമയിലെടുത്ത ഒരു കാര്യം പറയുന്നുണ്ട്, സിനിമയിലേക്ക് അവസരം കിട്ടിയ കാര്യം പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. अच्छा कौन? ईशान कपूर। ईशान कपूर वो आए थे आपको लेने के लिए? हाँ, शूटिंग किया था एक बार। शूटिंग किया था, तो आपने शूटिंग की थी उनके साथ? हाँ, की थी। अच्छा, एक कल्ला के लिए बोला दादी कर दो, एक कल्ला के लिए मेरे साथ। मैंने बोला हम वही दुकान लगाते, हमारा गांव है, बेटा बहुत आसान थी है, मुझको करो एक 5 मिनट। इनकी आंखें जो है थोड़ा सा जूम कीजिएगा, इनकी आंखें दिखाइए। ഈ മൊണാലിസയുടെ കണ്ണാണ് ഫേമസ് ആയത്. ആ കണ്ണിന്റെ ആ ഒരു ഭംഗിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ആ വീഡിയോ പകർത്തിയ ആളും ഫോട്ടോഗ്രാഫർ ആയ ആളും ആ ഫോട്ടോ എടുത്ത ആളും ആ കണ്ണാണ് കൂടുതലും ഹൈലൈറ്റ് ആയിട്ട് കണ്ട് പറഞ്ഞത്. അങ്ങനെയാണ് മൊണാലിസ വൈറലാവുന്നത്. ഇഷാൻ കപൂർ കാണുകയും ഇഷാൻ കപൂർ ഓഡീഷൻ ചെയ്യുകയും ഒരു സിനിമ അങ്ങനെ റെഡി ആയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ട്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞതും അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതും. എന്തായാലും വൈറലായി ലോകമെങ്ങും അറിയാൻ തുടങ്ങി. ദേശീയ മാധ്യമങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാർത്തയായി, എല്ലാമായി. പക്ഷെ കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. കച്ചവടം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ ഈ ട്രെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. എന്തായാലും അവരൊരു ബുദ്ധി കാണിച്ചു എന്ന് വെച്ചാൽ ഇനി അവിടെ ഒരു വിഷയം വേണ്ട, ഇനി അങ്ങനെ ഒരു പ്രശ്നം വേണ്ട, തിരക്ക് വേണ്ട, അല്ലെങ്കിൽ കച്ചവടം വെച്ചാൽ 1 രൂപ പോലും ഒരു ദിവസം വിറ്റില്ല എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈറലായതിനു ശേഷം, ഇതെല്ലാം ഫേമസ് ആയതിനു ശേഷം ആൾക്കാർ ഫോട്ടോ എടുക്കാനും നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാനും ഒക്കെ വരുന്നുള്ളൂ. 1 രൂപ പോലും കച്ചവടം നടന്നില്ല എന്ന് പറയുന്നുണ്ട്. ഒരു മാല പോലും വിറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർത്തുകൊള്ളണം എത്രമാത്രം ആൾക്കാർ അവിടെ പോയി ശല്യം ചെയ്യുന്നു എന്നുള്ളതും. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വരുന്നു, പക്ഷെ മാല വാങ്ങിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അവർ ഒരുപാട് പൈസ ഈ മാലയിൽ നിന്നാണ് അവർ സമ്പാദിക്കുന്നത്, ഈ മാല കച്ചവടത്തിൽ നിന്നാണ് അവർ സമ്പാദിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരുപാട് പൈസകൾ ഞാൻ അറിഞ്ഞ ന്യൂസ് വെച്ചാണെങ്കിൽ ഞാൻ ഹിന്ദി ന്യൂസിലൊക്കെ കേട്ടപ്പോൾ പറയുന്നത് ഈ കച്ചവടത്തിൽ നിന്ന് തന്നെ അവര് ഈ ഒരു കുംഭമേളയ്ക്ക് തന്നെ വരുമ്പം 1 ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. 1 ലക്ഷം വരെ സമ്പാദിക്കുന്നു എന്നാണ് പറയുന്നത് നേരത്തെ. പക്ഷെ ഇപ്പോൾ 1 രൂപ പോലും സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മൊണാലിസയുടെ. എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാകുമെന്ന് തോന്നുന്നു. സിനിമയിലൊക്കെ ഒരു ചാൻസ് വന്നിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. എന്തായാലും ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുംഭമേളയ്ക്ക് ഇനി മൊണാലിസയെ കാണാൻ ഇനി ആരും അങ്ങോട്ട് പോകണ്ട. മൊണാലിസയുടെ വീട് തിരക്കി പോയാൽ മതി. ഇനി വീട്ടിലുണ്ടാവും. വീഡിയോ എടുക്കേണ്ടവരും റീൽസ് എടുക്കേണ്ടവരും ഫോട്ടോ എടുക്കേണ്ടവരെല്ലാം ഇനി വീട് തപ്പിയുള്ള ഓട്ടത്തിലായിരിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.